ഓ ആ അത് ഇഷ്ടമില്ലേ? അത് കയ്പാണോ അതോ മധുരമാണോ? അതാ, അത് കയ്പുള്ളതുണ്ട്, മധുരമുള്ളതുണ്ട്, പുളിപ്പുള്ളതുണ്ട്. മക്കൾക്ക് ഇച്ചിരി കുടിച്ച് നോക്കണോ? വേണ്ടേ? അല്ല അമ്മമ്മ, ഓ, അമ്മമ്മക്ക് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആരെയാ? ഏറ്റവും ഇഷ്ടമുള്ളതാ നിങ്ങൾ 3 പേരുമാണ്. അയ്യോ, ഏ, മുത്തു ചേച്ചിയാ? എനിക്ക് നിങ്ങൾ 4 പേരുടെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്നാലും അമ്മമ്മ ഞങ്ങൾ 4 പേര് ഇത്തിരിയോട് ഇഷ്ടം കൂടുതലാടാ. കൂടുതൽ ഇഷ്ടം മക്കളെ, നിന്റെ 2 കണ്ണിൽ നിനക്ക് ഏതിൻ്റെ കൂടെയാണ് കൂടുതൽ ഇഷ്ടം? രണ്ടുകൊണ്ടും ഇഷ്ടം. അപ്പൊ എനിക്ക് നിങ്ങൾ 4 പേരുടെയും ഒരുപോലെയാണ് ഇഷ്ടം. ആ എന്താണ് ഞങ്ങൾ മക്കളും ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവർക്ക് പല പല സംശയങ്ങൾ. സംശയങ്ങൾ തീർന്നാ? ഇനി ബാക്കി സംശയമൊക്കെ നാളെ ചോദിക്കാം. പോയി കിടന്നുറങ്ങ. പോയി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എവിടെ പോകാൻ പോലെയാണ് ഇതെല്ലാം അവളെ കണ്ട് പഠിച്ചേക്കാം. അവള് പണ്ട് എങ്ങനെയാണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടാ പോയ ഉടനെ പറയും ടാറ്റാ, അപ്പുറം കയറി മാമ ടാറ്റാ എന്ന് പറയും. അത് കണ്ട് ആ 3 അതുപോലെ തന്നെ പഠിച്ചിട്ടുണ്ട്. ആ അമ്മ, ഇതേ അമ്മാവ് എൻ്റെ തന്നൊരു പേപ്പറാണ്, കൃഷി ഓഫീസിൽ കൊടുക്കാനുള്ളത്. അപ്പൊ ഇത് ഫില്ല് ചെയ്ത് കൊടുത്താൽ വിത്തോ തയ്യോ കായോ ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞു കേട്ടു. അപ്പൊ ഞാനിത് ഫില്ല് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ കിട്ടുമോ? എന്തൊക്കെയോ കിട്ടുന്ന ആനുകൂല്യങ്ങളുള്ളതാണ്. ഇത് ഫില്ല് ചെയ്ത് കൊടുക്കണമായിരുന്നു. അപ്പൊ ഞാൻ നാളെ രാവിലെ എനിക്ക് സുരേഷിനോട് ഒരു സ്ഥലം വരെ ഒന്ന് പോകാനുണ്ട്. അപ്പൊ ഈ പേപ്പറെ അമ്മാവ് മരമ്പം കൊടുത്തേക്കണം. അവിടെയാണ് പിള്ളേർ എടുത്ത് കളിക്കും. ശരി ശരി. ഓ ശരി. മരുന്നൊക്കെ കഴിച്ചായിരുന്ന അമ്മ? ആ മരുന്നൊക്കെ കഴിച്ചെല്ലാം ഇരിപ്പുണ്ട്. ഇനി ഇപ്പൊ ഒരു ഗ്യാസിന്റെ ഒരു ഗുളിക തീർന്നു, അത് പിന്നെ വാങ്ങിക്കാം. 2 എണ്ണം കിടപ്പുണ്ട്, മതി, പിന്നെ മതി. അപ്പൊ അമ്മ കണ്ടാ തോന്നുന്നു ഇവിടെ പോകാൻ ഒരുങ്ങിയിരിക്കുമ്പോഴുണ്ടല്ലോ കൂടുതൽ സൗന്ദര്യം കൂടിക്കൊണ്ട് വരുന്നുണ്ട്. എനിക്ക് വൃത്തി വേണം. എൻ്റെ ഓരോ ദിവസം ദിനചര്യ അങ്ങനെയാണ്. ഞാൻ അത് നോക്കിയാണ് ജീവിക്കുന്നത്. എനിക്ക് ജീവിക്കണം. കൊച്ചുമക്കൾ കിടക്കുന്ന എനിക്ക് എൻ്റെ കൊച്ചിന്റെ കല്യാണം കാണണം. എനിക്ക് എന്തെല്ലാം ഉണ്ടെന്ന് നിനക്കറിയാമോ? പോയിട്ട് വാ, എന്നെ അറിയിപ്പിക്കാതെ. ശരി, എന്ത് പറഞ്ഞാലും അയ്യോ. നാരായണ നാരായണ. അയ്യോ, അമ്മേ. ഇറങ്ങണേ ഓ. ശരി അമ്മ, പോയിട്ട്. ആഹാ, എന്തൊരു ഓട്ടോറിക്ഷ ഒന്നും കിട്ടിയില്ലേ? എന്തിനടാ ഓട്ടോറിക്ഷ? നമ്മുടെ സൗകര്യാർത്ഥം ഇഷ്ടം പോലെ KSRTC ബസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. ഇതാരാ എന്തൊക്കെ പറയണേ? നേരത്തെ ഇങ്ങനെ നല്ലായിരുന്നല്ലോ. ബസ് കയറാൻ പറ്റില്ല, ഉന്തും തള്ളും, കാത്ത് മുഷിഞ്ഞു പോവും. ഇപ്പൊ പരാതിയൊന്നുമില്ലേ? എടാ അതൊക്കെ പണ്ടല്ലേ, ഇപ്പൊ അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ ബസ്സിന് സഞ്ചരിക്കാൻ പറ്റുന്ന എല്ലാ റൂട്ടിലും KSRTC ബസ്സാ. അത് 5 മിനിറ്റ് കൂടുമ്പുണ്ട്. അത് കൂടുതലും മറ്റേ ഇലക്ട്രിക് ബസ്സുകള്. ഇത് പറഞ്ഞപ്പോഴ അമ്മ, നമ്മുടെ ചെറിയ മോഹനമ്മാവന്റെ മോളില്ലേ, അവളിപ്പോ KSRTC ഡ്രൈവിംഗ് സ്കൂളിലാണ് പഠിക്കാൻ പോണത്. KSRTCക്ക് ഡ്രൈവിംഗ് സ്കൂളോ ഉണ്ടോന്നോ? സാധാരണ പ്രൈവറ്റ് ഡ്രൈവിംഗ് സ്കൂളിനെക്കാളും പൈസയും കുറവാണെന്ന്. പൈസയും കുറവ്, മിടുക്കന്മാരാ പരിശീലകരും. പിന്നെന്ത് വേണ്ടത്? ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോഴേ ഒരു ട്രാൻസ്പോർട്ട് ബസ്സിലാ വന്ന്. അപ്പൊ അടുത്തൊരാളിരിക്കുന്നുണ്ട്, തിരക്കൊന്നുമില്ല. അപ്പൊ അയാൾ എന്നോട് പറയാണ്, ഇനി KSRTC ബസ്സിലെ മറ്റേ ഭക്ഷണം വെള്ളമൊക്കെ കിട്ടും. അതെല്ലാം ട്രെയിനിലെ പോണ അതേ സൗകര്യമൊക്കെ കിട്ടുന്നവരുണ്ട് ഇപ്പോ. സർക്കാർ നമുക്ക് വേണ്ടുന്ന സംവിധാനങ്ങളെല്ലാം കൃത്യമായിട്ട് ഒരുക്കുന്നുണ്ട്. നമ്മളത് ഉപയോഗിച്ചാൽ മതി. കനക, ഓ അതല്ല, എന്തമ്മ? നീ ലില്ലിയുടെ പിള്ളേരുടെ ഡാൻസ് കാണാൻ പോവോ അതാ നേരത്തെ വരുവോ? ഞാൻ അവളടുത്ത് അങ്ങോട്ടും എല്ലാം പറഞ്ഞിരിക്കുന്നത്. ഇനി ആശുപത്രി ചെല്ലുമ്പോൾ വേറെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പോകാൻ പറ്റില്ല. അങ്ങനെ ഞാൻ വിളിച്ച് പറയും. ഇപ്പൊ രാത്രി അമ്മ ഇങ്ങോട്ട് വരും. ആശുപത്രിയില്ല, അത് സുരേഷിന്റെ കൊച്ചിന് സുഖമില്ല അമ്മ, ഇന്നലെ വിളിച്ച് പറഞ്ഞാണ്. അപ്പൊ ഞാനിപ്പോ ഇന്ന് രാവിലെ അങ്ങോട്ട് ചെല്ലാന്ന് പറഞ്ഞു. ഈ ലില്ലിയുടെ കുട്ടികളുടെ അരങ്ങേറ്റ അവിടെ അമ്പലത്തില്, കുന്നോളം അമ്പലത്തിൽ വെച്ചിട്ട്. അല്ലേ, മറ്റേ ഞാൻ ഇന്നലെ ഒരു ഫോം ഫില്ല് ചെയ്യാൻ തന്നില്ലേ കൃഷി ഓഫീസിലേക്കുള്ളത്, അത് എടുത്തു തന്നിട്ട് പോ. ഇന്നലെ അമ്മ ഉത്തരവാദിത്തമായിട്ട് എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചോ? അത് ഞാൻ ഉത്തരവാദിത്തമായിട്ട് എന്റെ കൃത്യം നിർവഹിച്ചിട്ട് അമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അമ്മ
നീ വരെ കാത്തിക്കില്ല, ഞാൻ ഫോം മേടിച്ചിട്ട് അങ്ങനെ കൃഷി ഓഫീസിൽ പോകും. ആ ഞാനും ലേറ്റാവും. എന്തെങ്കിലും ഉണ്ടെന്നെ വിളിച്ചാൽ ആ ശരി. അമ്മ പോയിട്ടാ. നീ എന്താടാ ഒറ്റയ്ക്ക് വന്നത്? ഗിരിജ അവിടെ ഇല്ലേ? അതിന് ഞാൻ ഇങ്ങടായിട്ട് വന്നല്ലേ, ഞാൻ ഒരു മരണ വീട്ടിൽ വന്നാ. ഏത് മരണം? അത് നമ്മുടെ തറവാടിന്റെ ആ വളവിലെ ഒരു ലൂക്കോസ് ഇല്ലേ, ഓ കൊല്ലത്തുനിന്ന് വന്ന് താമസിക്കുന്നു. അറിയാം. മൂപ്പര് ഇന്നലെ മരിച്ചു. അയ്യോ, മരിച്ചുപോയാ? പാവം. കഴിഞ്ഞ ആഴ്ച ഞാൻ വൈദ്യശാലയിൽ പോയപ്പോ അയാൾ ഞാനിവിടെ ഒരുപാട് നേരം സംസാരിച്ചതാ. പാവം. അത്രേ ഉള്ളൂ മനുഷ്യന്റെ ഒക്കെ അവസ്ഥ. അപ്പൊ ഞാൻ അവിടെ പോയി അടക്കമൊക്കെ കഴിഞ്ഞിട്ടപ്പോ വരുന്നു. ചേച്ചാ പേപ്പർ. പിന്നെ ഞാനേ അമ്പലത്തിൽ കൊണ്ടുപോകാനുള്ള പൂജാ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. മരണ വീട്ടിൽ പോയിട്ട് അത് തൊട്ടു കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഇച്ചിരി കടലുള്ള എടുത്തോണ്ട് നിന്നെ ഒന്ന് കൊടയിട്ട്, എന്നിട്ട് നീ അകത്ത് കേട്ടാ. ആ സാറേ, ഇല്ലില്ല, ഞാൻ തന്നെ വരും. ഞാൻ ആ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടേ. ഞാനൊരു 3 മണിയാകുമ്പോൾ എത്താം സാർ. അയ്യോ, അത് വേറെ ആർക്കും കൊടുക്കരുത്. അല്ല, അതെന്താ അറിയോ, ഞാൻ എത്തേ, അത് മാറ്റി വെച്ചാൽ മതി സാർ. കാരണം അത് അത്ര ആഗ്രഹമുള്ളതുകൊണ്ട് പറഞ്ഞ. അല്ല, അത് മുഴുവൻ വേണം. ആ തെയ്യ് മുഴുവൻ ഞാൻ എടുത്തോളാം. ആ 3 മണി ആവണ്ട സാർ, അതിൻ്റെ മുമ്പ് തന്നെ ഞാൻ എത്തിക്കോളാം. ഞാൻ പറഞ്ഞത്. അയ്യോ, അത് ചേച്ചി, ഞാൻ ആ സാറിനോട് ഫോൺ ചെയ്തിട്ട് അറിയാണ്ട് കയറി പോയതാ. അറിയാതെ കയറി പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. കാള പോലെ വലുതായി, എന്നിട്ട് തോന്നിയാസം കാണിക്കുന്നു. അതിന് ഞാൻ അതിൽ തൊട്ടിട്ടൊന്നുമില്ല. തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തിനാ ഇങ്ങനെ ഇത്ര ചൂടാവണത്? വേണമെങ്കിൽ നാളെ പോയാ പോരെ? അത് നീയാണോ തീരുമാനിക്കുന്നത്? നീ എന്നെ തരുത്താൻ വരുന്ന അറിയാണെന്ന് പൂവന്നെ ആ ഫോം ഇങ്ങോട്ട് എടുത്താ. എന്താ ഫോം? ആ കനകൻ തന്ന ഫോം ഇങ്ങോട്ട് തരാം. ഇവിടെ ഫോണും ഇല്ല കീമും ഇല്ല. നീ പോ. എന്നാ ഫോം കിട്ടുമല്ലോ ഞാനും നോക്കട്ടെ. നോക്ക്. വയസ്സാവും തോറും പ്രാന്ത് കൂടി തന്നെടാ, എനിക്ക് പ്രാന്താ. സത്യം പറഞ്ഞാൽ നിങ്ങളെയൊക്കെ കുറെ ആചാരങ്ങൾ കേൾക്കുമ്പോഴാണ് മരണ വീട്ടിൽ പോയിട്ട് വീട്ടിൽ കയറിക്കൂടാ. അതെന്ത് കാര്യം? ഇപ്പൊ തുടക്കം മുതലേ തിരുത്താൻ പോവാണോ? അന്നൊരു കൊടി എടുത്തോണ്ട് പുറത്തോട്ട് ഇറങ്ങും, എന്നിട്ട് സമരം ചെയ്യും. ഈ കൊറോണ സമയത്ത് ആരാണെന്ന് പോലും അറിയാതെ മരിച്ച ആള് മാറി അസ്ഥി വരെ കൊണ്ടുവന്നിട്ട് നിമഞ്ജനം ചെയ്തവരുണ്ട്. അപ്പൊ പിന്നെ അതിനകത്ത് എന്ത് കാര്യം? വിശ്വാസങ്ങളൊക്കെ അന്നേ തീർന്നില്ലേ? അത് ഇതുമായിട്ട് എന്താ ബന്ധം? കൊറോണ ടൈമിൽ ഒരാളെ തൊടുവില്ലായിരുന്നല്ലോ, അതെന്തായിരുന്നു? അത് സാമൂഹിക അകലം പാലിക്കണം. അസുഖം വരുമെന്ന് വിചാരിച്ചിട്ടല്ലേ? ഇതും അത്രയൊക്കെ തന്നെയുള്ളു. നീ മിണ്ടാതിരുന്നേ. അമ്മാവൻ ഒരു അതെ, സംഭവം ചേച്ചി പഴയ ആളാണ്, ഞാനും പഴയ ആളാണ്. മരിച്ചോടത്ത് പോയ സാധാരണ ഞങ്ങളൊക്കെ തറവാട്ടിലേക്ക് കുളിച്ചെന്നെ കയറാറ്. അതെ, ഞാൻ അകത്തേക്ക് കയറിയിട്ടില്ല, പുറത്ത് നിൽക്കായിരുന്നു. പക്ഷെ പെട്ടെന്ന് ആ കൃഷി ഓഫീസറുടെ ഫോണ് വന്നപ്പോൾ സംസാരിച്ച് അറിയാണ്ട് അങ്ങോട്ട് അകത്ത് കയറിപ്പോയി. ആ തെറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെ എന്തിനാ ചേച്ചി എൻ്റെ നേർക്ക് ചാടി കളിക്കണ്? ശരി, അമ്മ ചാടിക്കടിച്ചു. അമ്മാവനൊന്നും മിണ്ടാതിരിക്കാൻ പാടില്ല. അമ്മാവൻ എന്തിനാണ് അമ്മയുടെ ഒപ്പം കയറുന്നത്? വലിയ വർത്തമാനം പറയണ എന്തിനാ? ഞാനൊരു വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇറങ്ങട പുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനക്ക് അതിന്റെ വിഷമം മനസ്സിലാവില്ല. നിന്നെ മുഖത്ത് നോക്കി അങ്ങനെ പറയുമ്പോഴേ നിനക്ക് അതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ. എനിക്ക് വിഷമം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. ഇപ്പൊ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ എന്ത് പറഞ്ഞാൽ ഞങ്ങൾക്കും കുഴപ്പമില്ല, ഞങ്ങൾ അമ്മേനെ പറഞ്ഞാലും അമ്മയ്ക്ക് കുഴപ്പമില്ല. പക്ഷെ അമ്മാവൻ അങ്ങനെയല്ല. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എന്റെ ചേച്ചിയാണത്, ചെറുപ്പം മുതൽ അറിയണതാണ്. ഞാൻ അങ്ങനെ ഒരു തെറ്റ് പറഞ്ഞ ആ പോട്ടറ ഇനി പോയി കുളിച്ചിട്ട് വാന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കണതിന്റെ പുറമെ കടക്ക് പുറത്തുനിന്നല്ലേ പറഞ്ഞ് ഇനി ഞാനാ പടി കയറില്ല. അതാ പറഞ്ഞത്. ഇങ്ങനെ പറയുമ്പോ ഞങ്ങൾ പറയണ പോലെ അല്ല. അമ്മാവൻ പറയുമ്പോ എന്തോരം വേദന എടുക്കണ്ടാവും. അപ്പൊ ചേച്ചി പറഞ്ഞ എനിക്ക് വേനിക്കില്ലേ? വേദന എടുക്കുവാണെങ്കിൽ ചെന്നിട്ട് എന്റെ ചേച്ചിയല്ലേന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലണം. എന്റെ പട്ടി പോവും. ഇത് തന്നെയാ കുഴപ്പം. ഇത് തന്നെ കുഴപ്പം. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ആ മറുപടി അങ്ങോട്ട് കാലെടുത്ത് വെക്കാൻ എനിക്ക് പറ്റില്ല. അങ്ങനെ മുഖത്ത് നോക്കി എന്നോട് ഇറങ്ങി പോവാൻ പറഞ്ഞു. അപ്പൊ കഴിഞ്ഞത് കഴിഞ്ഞെന്ന് പറഞ്ഞ കഴിഞ്ഞത് കഴിഞ്ഞ് ചെല്ലമ്മാവാ. ഇല്ലല്ല, ഇനി അമ്മാവത്തില്ല, അമ്മാന്റെ പട്ടിയെ ഇവിടത്തേ ഉള്ളൂ. ഒന്നാമത്തെ അമ്മയുടെ സ്വഭാവം അറിയാം, മരിപ്പിന് പോയിട്ട് വന്നതാന്നും അറിയാം. പിന്നെ എന്ത് കാര്യത്തിനാണ് ചാടി പിടിച്ച് അകത്തോട്ട് കയറണേന്നേ? എടി അതല്ലേ പറഞ്ഞത്, ഞാൻ മനഃപൂർവ്വം അല്ല. ഫോൺ ചെയ്തിട്ട് ആ സാറിനോട് ഫോൺ ചെയ്ത് അങ്ങനെ അകത്തേക്ക് അറിയാണ്ട് കയറിപ്പോയി എന്ന് പറഞ്ഞില്ലേ? ആ തെറ്റ് ഞാൻ പറഞ്ഞ എന്താ വിശ്വസിച്ചാ? ഞാൻ മനഃപൂർവ്വം അങ്ങനെ ചെയ്തു എന്ന പോലെയല്ലേ ഇപ്പൊ ചേച്ചി സംസാരിച്ച്? ഇനി പഴയതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ അടിയന്തരമായിട്ട് ആ ഫോം കൊണ്ട് കൊടുത്തല്ലേ പറ്റത്തുള്ളൂ. അതെങ്ങനെ എടുക്കാൻ പറ്റും? നിങ്ങളുടെ പട്ടി വരുമോ അതോ വേറെ പട്ടി കൊണ്ടുവരണോ? അതിനെക്കുറിച്ച് ആലോചിക്കും. ഒന്നുമില്ല. ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇന്ന് കഴിയുമ്പോഴത്തേക്കും അമ്മയ്ക്ക് ചൂടങ്ങ് ആറും. അമ്മാവൻ ഇന്ന് പോണ്ട, ഇന്ന് ഇവിടെ കിടന്ന് ഞാൻ അമ്മായിനെ വിളിച്ചു പറയാം,
ഇവിടെ കിടന്നിട്ട് നാളെ വഴക്കൊക്കെ മാറ്റി സാധനം കൊണ്ട് ആ എന്താ ഈ പെണ്ണ് പറയണേ? ഞാൻ അപ്പൊ കൃഷി ഓഫീസർ ഇന്ന് അത് കൊണ്ടുചെല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞോണ്ടല്ലേ മരിച്ച വീട്ടിൽ നിന്ന് ഞാൻ നേരെ പേപ്പർ ഇന്നിപ്പോ കാലൊടിഞ്ഞാ എങ്ങനെ പോകും കൃഷി ഓഫീസറിന്റെ അടുത്ത്? കാലൊടിഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഇപ്പൊ വന്നത് എന്താ അറിയോ? അത് കൊണ്ടേ കൊടുത്തില്ലെങ്കിൽ എത്ര ദിവസമായിട്ട് ഞാൻ കാത്തിരിക്കണ അറിയോ? 18-ാം പട്ടയുടെ 6 തയ്യ് തെങ്ങും തയ്യ് അത് വേറെ വല്ലവനും വന്ന് കൊണ്ടുപോയില്ലേ? ഒരു 18-ാം പട്ടയാണോ വലുതമ്മാവാ? എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര വലുപ്പാ. ഈ ഒരു കാര്യം ചെയ്യോ, നീ നേരത്തെ പറഞ്ഞില്ലേ അമ്മാവന് പോകാൻ പറ്റില്ല, അമ്മാവന്റെ പട്ടി പോവെന്ന്. നീ പോയിട്ട് ആ പേപ്പർ ഒന്ന് ഒരുമാതിരി പ്രായത്തിൽ മുത്ത് ഞാൻ പറഞ്ഞ പോർത്ത് ഞാൻ വിളിച്ചു പറയും. ഞാൻ നിങ്ങളുടെ പട്ടിയ അതല്ലടാ ഉദ്ദേശിച്ച്. പിന്നെ നീ ചെന്നിട്ടേ ഞാൻ കനകനോട് പറഞ്ഞത് അത് ചേച്ചിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞു. ചേച്ചിയുടെ മുറിയിലെ കാണുന്നത് നീ പോയിട്ട് എടുത്തിട്ട് വാ. എനിക്കത് കൊണ്ട കൊടുക്കണതേ ചെല്ല്. ഞാൻ കുളിച്ചിട്ടില്ല, അതിന് കുഴപ്പമില്ല. അറിയാൻ വയ്യത്തല്ലേ ഇവിടുത്തെ നീ വെളുപ്പിന് പോയില്ലല്ലോ. ഇല്ല. അന്നാ പോ. അല്ല അവനെ തൊട്ടു. അത് അമ്മേനോട് പറയണ്ട. നീ എന്താണ് 18-ാം പട്ട മാങ്ങ തൊലി. ഇങ്ങ് വന്നേ അമ്മാവൻ, ഇവിടെ ഇരുന്നേ. അല്ല ഞാൻ കുളിച്ചിട്ടില്ല. ഞാൻ അത് സാരില്ല, ഇവിടെ ഇരി. അല്ല അത് ഫോൺ ചെയ്തപ്പോ ഒരു അബദ്ധത്തിന് പറ്റിയതാണ്. ഞാൻ കുളിച്ചിട്ട് വരാം. എന്റെ ഡ്രസ്സ് ഒന്ന് എടുത്തു തുറന്നു. ഡ്രസ്സ് ഇവിടെ ഉണ്ട്. ആ അമ്മാവന്റെ ഒരു ഡ്രസ്സ് ഇവിടെ ഞാൻ കുളിച്ചിട്ട് ആ ഡ്രസ്സ് മാറിയിട്ട് എനിക്കത് അങ്ങനെ അറിയാം കേട്ടോ. എന്നാ പിന്നെ മരിപ്പിന് പോകാതെ പിന്നെയും ചങ്കര തെങ്ങുമ്പോ തന്നെ അടി. എന്നോട് ഞാൻ പറഞ്ഞില്ല ഫോൺ വന്ന ഒരു ഫോൺ ചെയ്ത കാര്യമല്ല എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അമ്മാവൻ ഇപ്പൊ മരിപ്പിന് പോയി. എന്തിനാ അമ്മാവന് നേരെ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു എന്ന്. എന്റെ കുട്ടിയെ ഞാൻ മരിപ്പിനാണ് പോയത്. അപ്പോഴല്ലേ ഈ കൃഷി ഓഫീസർ ഫോൺ ചെയ്ത് ഇന്ന് ഫോം കൊണ്ടുവരണമെന്ന് പറഞ്ഞ്. അപ്പോഴല്ലേ കനകന്റെ അടുത്ത് ഇന്നലെ ഞാൻ ഫില്ല് ചെയ്യാൻ കൊടുത്ത് ഫോം ഇവിടെ ഇരിക്കണെന്ന് അറിഞ്ഞു. അപ്പൊ അതല്ലേ പറഞ്ഞത് കൃഷി ഓഫീസറിനോട്. എന്ത് പറയാൻ നിൽക്കണ്? നീ മറിക്കണ്ട്. ഞാൻ കുളിച്ചു വരുമ്പോഴേക്ക് നീ മറ്റേ എന്റെ ജുബിയും മുണ്ടും കൂടി എടുക്കും. പുറത്ത് വിടണ്ട. ഒരു അബദ്ധം പറ്റിച്ചിട്ട് പിന്നെ അതിന്റെ മുകളിൽ കയറുക, കുതിര കയറാൻ നിൽക്കുക. എന്തോന്ന്? ഞാന് അമ്മയെ നോക്കി വന്നതാ. ഞാൻ കട്ടിലിന്റെ കീഴിലാണ് കയറിയിരിക്കുന്നത്. അല്ല പിന്നെ കാണാന്നപ്പം ഇനി വല്ല ഗുളിക കാണാൻ താഴെ വീണ് എടുക്കാൻ നേരം അമ്മ കട്ടിന് അങ്ങനെ. അയ്യോ, കട്ടിലിന്റെ കീഴിൽ ഗുളിക വീണാ ഞാനൊക്കെ എടുക്കും. നീ എന്തോന്ന് നോക്കിയത് ഇവിടെയൊക്കെ? കാര്യം പറ. പിന്നെ ഇന്നലെ മെഡിക്കൽ സ്റ്റോറിൽ നമുക്ക് ഗുളികയും കുഴമ്പൊക്കെ മേടിച്ചോണ്ട് വന്നിട്ടേ ആ ബാക്കി പൈസ അതോടെ ഞാൻ അമ്മയ്ക്ക് തന്നായിരുന്നോ? അതിന്നൊരു 50 രൂപ നീ അടിച്ച് മാറ്റുകയും ചെയ്തല്ലോ. അടിച്ചു മാറ്റിയതല്ല, അമ്മയോട് ചോദിച്ചപ്പോ അമ്മ സന്തോഷത്തോടെ തന്നു. അപ്പൊ അത് പറ. അത് മേടിച്ചോണ്ട് പോയ വഴിക്ക് ഞാൻ ഇവിടുന്ന് പേഴ്സ് എടുക്കാൻ മറന്നുപോയി. നിന്റെ പേഴ്സാ? എടാ, കയ്യില് കാശില്ലാത്ത നിന്റെ എവിടെ നിന്നാ പേഴ്സ്? ഇല്ലെങ്കിൽ തന്നെ നിന്റെ ഒരു പേഴ്സ് ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല. അല്ല, ഒരു ചുമല പേഴ്സ് ഉണ്ട്. റോസ്മേരിയുടെ കുഞ്ഞുങ്ങളുടെ കൊടകാളം മാതാവിന്റെ ഒക്കെ ഫോട്ടോ വെച്ചൊരു ചുമല പേഴ്സ്, ജ്വല്ലറിയുടെ. ഞാൻ നിന്റെ ഇതുവരെ അങ്ങനത്തെ ഒരു പേഴ്സ്, ഒരു പേഴ്സും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് അല്ല, അത് മണി പേഴ്സ് അങ്ങനെ. അല്ല, ഇവിടെ ഒന്നും ഇല്ലേ? കണ്ട് തെരഞ്ഞ് എടുത്താ നീ? കിട്ടില്ലേ? കിട്ടില്ലേ? പോടാ. കുളിച്ച എന്തായാലും അമ്മന് ഭാഗ്യമുണ്ട്. കിട്ടിയില്ല. കിട്ടിയടാ? ആ മുറിയില്ല, സാധനം ഇല്ല. ഇല്ലേ? ഇല്ല. മേശപ്പുറവും മരുന്നിന്റെ അപ്പയും എത്ര അടിയിലെല്ലാം നോക്കിയപ്പോഴത്തേന് അമ്മ വന്ന് കയറി. കനകം പറഞ്ഞല്ലോ ചേച്ചിയുടെ അടുത്ത് കൊടുത്തിട്ടുണ്ടെന്ന്. എന്തായാലും ഞാൻ അവിടെ എല്ലായിടവും പരിശോധിച്ചു, അവിടെ എങ്ങും ആ സാധനമില്ല. അവസാനം അമ്മ എന്നെ ഒന്ന് പിടികൂടി. ഞാൻ തന്നെ പറഞ്ഞ എൻ്റെ ഒരു പേഴ്സാണെന്ന്. അത് അമ്മയ്ക്ക് എന്തോ കള്ളത്തരം മനസ്സിലായി അമ്മ എന്നെ റൂമിൽ നിന്ന് ഇറക്കി വിട്ടത്. ഇത് ഇത്രമാത്രം തലപോക്കാനുള്ള കാര്യമൊന്നുമില്ല. ഞാൻ പറയണ പോലെ കേക്ക്. എന്താ? അമ്മ അവനിപ്പോൾ ആദ്യം അവിടെ ഇരിക്കും. എന്നിട്ട് ആ ഫോൺ എടുത്തിട്ട് കൃഷി ഓഫീസറെ വിളിച്ചിട്ട് പറയണം, സാറേ ഞാൻ നാളെ വന്നിട്ട് 18-ാം പട്ട എടുത്തോളാം. പിന്നെയും തുടങ്ങി ഈ കുട്ടി. കുട്ടിയാ 18-ാം പട്ടയ്ക്ക് ഇഷ്ടം പോലെ ആൾക്കാരാണ്. അത് അവരെ കാത്തെടുത്ത് വെക്കില്ല. അത് ഇന്ന് വൈകുന്നേരത്തിന്റെ ഉള്ളിൽ ചെന്നില്ലെങ്കിൽ അത് വേറെ ആൾക്ക് കൊടുക്കും. ഇന്ന് തന്നെ പോണം. 18-ാം പട്ട ഭൂമിയിൽ തീർന്നൊന്നും പോയിട്ടില്ലല്ലോ. നീ വരൂലേ? അല്ല, എന്താ നിങ്ങൾക്ക് ഇത്ര പ്രശ്നം? അത് കനകൻ അവിടെ ചേച്ചിയുടെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാനും ചേച്ചിയും തമ്മിൽ ഇത്തിരി ഓരോരുത്തരാ സമ്മതിച്ചു. ഇവൻ ഒന്നാമത് ഇവന് വിവരില്ല. നീ ചെന്നിട്ട് അതുകൊണ്ടാണ്
ശരി. ഇനി ഞാൻ പോയാലും ഇല്ലാത്ത സാധനം ഞാൻ എവിടെ നിന്ന് എടുത്തോണ്ട് വരും? അവന്റെ പോലെയല്ല, നീ ഈ ചേച്ചിയുടെ മുത്തല്ലേ, നീ ചെന്ന് ചെന്ന തരുപടി ചെല്ലാ എടുത്തിട്ട് എനിക്ക് അതിന് കൊണ്ടുപോണേ. ചെല്ലി ഒന്ന് ചെന്ന് നോക്കിയാ നിനക്ക് പറ്റേ ചെല്ലി പോയിട്ട് എനിക്ക് പറ്റുകയൊക്കെ ചെയ്യും, എനിക്കെന്താ പറ്റാത്ത? എന്നാ ചെല്ലു വേഗം ചെന്ന്. ദേ ജുബ്ബ. ആ കൂടെ കൂടെ കിട്ടുന്ന വാക്കിനിട്ട് എനിക്ക് ടാക്കുന്നുണ്ട്. ആ പരിപാടി കളവാങ്ങി നിർത്തി. ഒരു കാര്യം ഞാൻ പറയട്ടെ, ചേച്ചി എങ്ങനെ കള്ളത്തരം കണ്ടുപിടിച്ചത്? ചേച്ചി എന്താ? നീ ജീവിതത്തിൽ ഇന്ന് വരെ പേഴ്സ് കയ്യിൽ വെച്ചിട്ടുണ്ടാ? ആ ഇല്ലാത്ത നീ ചെന്നിട്ട് പേഴ്സ് തപ്പിക്കഴിഞ്ഞ പിന്നെ ചേച്ചിക്ക് അന്ന് സംശയം തോന്നില്ലേ? ചില നമ്പർ എങ്ങനെ പാളും വലിയ എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടാണ് ഇത് കിട്ടത്തില്ല. 18-ാം വട്ടമല്ല 19-ാം വട്ടം ഒരു വട്ടം നിങ്ങൾ. പിന്നെ ഒന്നാമത് ഞാൻ നിന്നോട് പറഞ്ഞ എന്താ, അത് ചേച്ചിയുടെ അടുത്ത് മേടിച്ചു വരാനല്ലേ പറഞ്ഞു. പിന്നെ അവിടെ ചെന്നിട്ട് നീ വേറെ എന്തിനാ അഭിനയിച്ചു? അത് ഇങ്ങോട്ട് തരാൻ പറഞ്ഞാൽ പോരെ? എനിക്ക് പേടിച്ച് തരാൻ പറഞ്ഞാൽ അവർ വായിരിക്കുന്നത് കേൾക്കണം. നിങ്ങളെ വായിരിക്കണം, അവരെ വായിരിക്കണം. 18-ാം വട്ട എന്തിനാ 18-ാം വട്ടം നിങ്ങളുടെ തലക്കിലുണ്ട് വെക്കാൻ? വെറുതെ അല്ലട ഒരു സ്ഥലത്ത് സ്ഥിരതയില്ലാത്ത ബുദ്ധി ബുദ്ധിമാൻ കാണിച്ച പണികൾ നമ്മൾ കണ്ട്. കഷണ്ടിക്ക് പരിഹാരവുമായി ഇതാ ജെറൂഷ് തക്കലയിൽ. അന്താരാഷ്ട്ര നിലവാരമുള്ള ഹെയർ ഫിക്സിംഗ്, പരിചയസമ്പന്നരായ ഡോക്ടർമാർ, അതുല്യമായ സേവനം. ഇനി തലവിധി മാറ്റാം. ഇത് തീർന്നു. ഇത് വാങ്ങിക്കണം. അമ്മേ എന്തൊക്കെ മരുന്ന് തീർന്നോ? ആ ചില മരുന്നൊക്കെ തീർന്ന്. ഗ്യാസിന്റെ ഗുളിക. ഗ്യാസിന്റെ ഇരിക്കണോ? വേണ്ട, ഞാനിവിടെ ഇരുന്നോളാം. ആ, ഗ്യാസിന്റെ ഗുളിക തീർന്നു. ഞാൻ അതിങ്ങനെ നോക്കുമായിരുന്നു. ഇതിന്റെ അടിയില് മറ്റേ അന്ന് മേടിച്ച എന്താണ്ട് കുഴമ്പ് സാധനങ്ങളൊക്കെ ഉണ്ടായില്ല? അല്ല കുഴമ്പൊക്കെ തന്റെ മേളിലല്ലേ ഇരിക്കുന്നത്. കുഴമ്പെല്ലാം തീർന്നിട്ടില്ല അല്ലേ? അതിന്റെ അടിയിൽ അന്നൊരു ഒരു പെട്ടി അതിന്റെ തുണിപ്പെട്ടി ആയിരുന്നു അല്ലേ? അത് വെച്ചേക്കോ. പിന്നില്ലമ്മേ, ഈ നമ്മുടെ പഞ്ചായത്തില് മറ്റേ ഹോമിയോയുടെ ഗവൺമെന്റ് ഹോമിയോ വന്നിട്ടുണ്ട്. നല്ല ഡോക്ടറാന്ന് പറയുന്നത്. അല്ലടി, നല്ല ഡോക്ടറൊക്കെ ആയിരിക്കും. എന്നാലും ഞാനിപ്പോ ഒരു ഡോക്ടറുടെ കീഴിലല്ലേ ചികിത്സിക്കുന്നത്. അപ്പൊ അത് എന്തോന്ന് നീ കിടന്ന് തപ്പുന്നത്? കുറെ നേരമായിട്ട് നിന്റെ പേഴ്സെങ്ങാനും പോയാ എവിടെയും കാണും. ആ പിന്നെ അമ്മ ഇവിടെ ഇങ്ങോട്ട് ഇരുന്നേ, ഞാൻ ഇതൊന്നും മര്യാദക്ക് വിരിച്ചു തരാം. ഇവിടെ ഇരിക്കും. പിന്നെ ആകെ ചുളുങ്ങി കൂടി കിടക്കുന്നു ഇതൊക്കെ ഇങ്ങനെ. അല്ലമ്മ, നമുക്കേ അവിടെ ഡോക്ടർ ഇതായില്ലെങ്കിലുവേ വേറെ ഡോക്ടറെ അടുത്താണെങ്കിലുവേ വെറുതെ അതൊന്ന് പോയി നോക്കിയാ നല്ലായിരിക്കും. നോക്കട്ടെ, തൽക്കാലം ഇപ്പൊ ഇത് കഴിച്ചോണ്ടിരുന്ന ആശ്വാസം ഉണ്ടല്ലോ. നല്ലാന്ന് പറയാ. നോക്കാം, നമുക്ക് പോവാ, പോയി നോക്കാം. എന്തോന്നടി? എന്താ, ഞാനേ ചെറുക്കന്റെ ബുക്ക്, കണക്കിന്റെ ബുക്ക് എവിടെയാ വെച്ച് മറന്നെന്ന് പറഞ്ഞു. ഇവിടെ എങ്ങാനും ഇട്ടിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാ. ചെറുക്കന്റെ കണക്കിന്റെ ബുക്കൊക്കെ ഇവിടെയാണോ വയ്ക്കുന്നത്? അവൻ പഠിച്ചിട്ട് അഥവാ ഇവിടെ നിന്ന് പഠിച്ചാൽ തന്നെ പഠിച്ചിട്ട് അവൻ അങ്ങോട്ട് വയ്ക്കത്തില്ലേ? ഒരു ബോധം വെളിവില്ലാത്ത. അയ്യോ, അവന് നല്ല ബോധമുള്ള ചെറുക്കൻ തന്നെ. ആ പറ, എന്തോന്ന് പറ, സത്യം പറ, എന്തോ വേണം നിനക്കിപ്പോ എന്തോ വേണം? അതൊന്ന് കൊടുക്കമ്മേ. ഏത്? ചുമ്മാ കളിക്കല്ലേ. കളിക്കുന്ന ആര്? എന്താ നിനക്ക്? അമ്മാവന്റെ ഒരു പേപ്പർ ഇവിടെ എടുത്തു വെച്ചിട്ടില്ലേ അമ്മ? പേപ്പറാ? അയ്യോ, ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നുണ്ടോ? എന്തോന്ന് രക്തമ്മേ? ഇവിടെ ഒരു തന്നെ പേപ്പർ ഒന്നുമില്ല. അഥവാ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യക്കാരൻ വന്ന് തപ്പി എടുത്തോണ്ട് പോകാൻ പറ. ഇത് അമ്മ മനഃപൂർവ്വം എടുത്ത് മാറ്റി വെച്ചേക്കണതാ. തന്നെ? ആ തന്നെ, മനഃപൂർവ്വം ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. എനിക്ക് കൊടുക്കാൻ മനസ്സില്ല, കാര്യമായി പോയി. എന്താ വേണമെങ്കിൽ അവന്റെ അടുത്ത് ഒന്ന് തൊപ്പി എടുത്തോണ്ട് പോകാൻ പറ. എനിക്ക് മനസ്സില്ല, കൊടുക്കൂല. എന്തിനാ ഇങ്ങനെ വാശി കാണിക്കുന്നത്? അമ്മയുടെ സ്വന്തം സഹോദരനല്ലേ? എന്റെ സഹോദരന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ നിന്റെ സഹോദരന്റെ കാര്യം നോക്കി വെച്ചാൽ മതി. ഇപ്പോ കൊടുക്കൂല. അറിയപ്പാടി ഇവിടുത്തെ വാശിയാണാവോ? ഇവിടുത്തെ അവൻ എന്നെ വെല്ലുവിളിക്കുന്നു. ആരാണ് ജയിക്കുന്നതെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ഇതിങ്ങോട്ട് മേടിച്ചിട്ട് വരാൻ പറഞ്ഞാൽ പിന്നെ അവിടെ ചെന്നിട്ട് കുത്തിയിട്ടോ മുളച്ചോ എന്ന് അമ്മയും മകളും സംസാരിച്ചോണ്ടിരിക്കും. കിട്ടി, അതാ മുട്ട പോയാ കിട്ടും. സാധനം കിട്ടി. കണ്ടടാ, നിന്റെ പോലെയല്ല അവള് പോയാൽ അത് ചേച്ചി കൊടുക്കുന്നേക്ക് അറിയാം. കാരണം ചെറുപ്പം മുതലേ തങ്കം എന്ന് പറഞ്ഞ ചേച്ചിക്ക് ഒരു പ്രത്യേക ഇഷ്ടമാണ്. അതല്ല, സാധനം കിട്ടി, പക്ഷെ എന്റെ കയ്യിൽ തന്നില്ല. സാധനം കിട്ടിയെന്ന് പറഞ്ഞാൽ സാധനം അമ്മയുടെ കയ്യിൽ എവിടെ ഉണ്ട്. ഉണ്ടല്ലോ, ആ കനകം കൊടുത്തു എന്ന് നമ്മളോട് പറഞ്ഞല്ലേ? അത് മനസ്സിലായി. പിന്നെ എന്ത് കിട്ടിയെന്ന് നീ പറഞ്ഞേ?
അല്ല ഇവൻ കൈ കിട്ടിയിട്ടില്ല അത് കയ്യിൽ തന്നെ. തന്നില്ല. അല്ല നിങ്ങൾ രണ്ടാളും കൂടിയിട്ട് ചേച്ചിയുടെ പോലെ എന്നിട്ട് പൊട്ടം കളിപ്പിക്കുക. അതെ, ഇതിപ്പോ തരാത്ത ഞാൻ ചോദിച്ചു, ഞാൻ നേരിട്ട് പറഞ്ഞു അമ്മാവനെ സാധനം എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞതേ അവൻ എന്നെ വെല്ലുവിളിക്കുമല്ലേ, അവൻ തന്നെത്താനെ വന്നെടുക്കട്ടെ എന്ന്. ആവശ്യമുള്ളവർ വന്നെടുത്തോളം പോകാൻ പറഞ്ഞു. അങ്ങനെ രക്തമക്കി വാശി ഉണ്ടെങ്കിലേ അത് അന്തയ്ക്കുണ്ടായതാ. ഞാനും എനിക്കുണ്ട് വാശി. പുഴുങ്ങിയെടുത്ത് തിന്നോട്ടെ ഇരുന്നിട്ട്. അപ്പൊ 18 വട്ടം എനിക്ക് 18 വട്ടം വേണ്ടെന്ന്. എന്നാ ഇപ്പൊ മറ്റേ കൃഷി ഓഫീസറെ വിളിച്ചു പറയാം. എന്തിനാ? ആർക്കെങ്കിലും കൊടുക്കട്ടെ. അത് ആർക്കാച്ച കൊടുത്തോട്ടെ, എനിക്ക് വേണ്ട. ഒരാഗ്രഹമായിരുന്നു കുളപ്പിൽ ഒരു 18 വട്ടം ഒരു 10 തൈ വെക്കണമെന്ന്. അത് നടന്നില്ല എന്ന് കരുതി ഗിരിരാജന്റെ മൂക്കിലെ പഞ്ഞൊന്നും വെക്കാൻ പോണില്ല. വേണ്ട, വെള്ളം വേണ്ടേ? നീ പോയി പനി കൂടി മാറി കിടന്നു. എനിക്കുണ്ട് ചില വാശിയൊക്കെ. അമ്മാവ് പറയണ കേക്കാൻ വേണ്ടെന്ന്. ഈ ഫോം കിട്ടിയില്ലെങ്കിൽ പോട്ടെ, ഭൂമി അവസാനിക്കണമെന്നല്ലോ. നാളെ വീണ്ടും കൃഷി ഓഫീസിൽ തെങ്ങും തൈ വരും. അപ്പൊ എനിക്ക് വേറെ ഫോം കിട്ടും, ഞാൻ മേടിക്കും. ഇതിൽ കൂടി ഇപ്പൊ ഇതിലും വലിയ സ്റ്റെപ്പ് കയറിയിട്ട് ഞാൻ ഇതിൽ തന്നെ പോണം. ചിലര് കാണണം ഞാൻ പോണത്. 18 വട്ടം തെങ്ങ് ഇപ്പൊ കിട്ടിയില്ല എന്ന് കരുതിയിട്ട് ഗിരിരാജ കൃഷി ഒന്നും അവസാനിപ്പിക്കാൻ പോണില്ല. ഗിരിരാജ അവിടെ നിക്ക്. ഇങ്ങോട്ട് വാടാ. വേണ്ടാ, ഞാൻ അങ്ങോട്ട് വന്നാൽ നിനക്ക് ഓണമായിരിക്കും. ഇവിടെ വേടാ. ഇടാ ഇങ്ങോട്ട് വേടാ. അയ്യോ എടാ കാള പോത്തേ, ഞാൻ അങ്ങനെ പറഞ്ഞത് നിനക്ക് വലിയ പ്രശ്നമായി പോയല്ലേടാ. ഓ ഒരു ഹരിചന്ദ്രൻ നടക്കുന്നു. നീ ഇന്ന് കുളിച്ചാ? ഞാൻ കുളിച്ചു. ആ ഞാനേ ഒരു പഴയ സ്ത്രീയാണ്. എന്റെ വിശ്വാസങ്ങളും പഴയതായിരിക്കും. അതൊക്കെ നീ മനസ്സിലാക്കണ്ടേടാ കഴുതേ. കയറി വാ, കയറി വാടാ അങ്ങോട്ട്. നിന്റെ സാധനങ്ങളൊക്കെ പോയി നോക്ക്. തന്നെ ഇത് കനകന്റെ അടുത്ത് പൂരിപ്പിക്കാൻ കൊടുത്ത അതേ പേപ്പറാണല്ലോ. ആ അല്ല, ഇത് റൊണാൾഡോ തങ്കം എടുക്കാൻ വന്നപ്പോ ഇവിടെ കണ്ടില്ല എന്ന് പറഞ്ഞ് അവരാരും നോക്കിയാൽ കാണത്തില്ല. ഞാനെടുത്ത് മാറ്റി വെച്ചിട്ട് നിന്നെ ഏൽപ്പിക്കാൻ വേണ്ടി തന്നെ വെച്ചിരുന്നതാണ്. കാരണം എൻ്റെ മോൻ കനകൻ ഇത് നിന്നെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് പ്രത്യേകം പറഞ്ഞ് ഏർപ്പാടാക്കി തന്നതാണ്. അത് നിന്നെ ഏൽപ്പിക്കേണ്ടത് എൻ്റെ കടമയാണ്. അറിയാമോ? ഇപ്പം എങ്ങനെയുണ്ട് എടാ? ഓ എന്തൊരു വാശിയായിരുന്നു. ഞാനിനി പറമ്പിൽ കൂടെ നടക്കത്തില്ല, വീട്ടിൽ കാല് കുത്തത്തില്ല. എന്തോന്നാടാ വാശി? ഒന്ന് കുളിച്ചിട്ട് വരണമെന്ന് പറഞ്ഞതിനല്ലേ നീ ഇത്രയും വാശി കാണിച്ചത്. ഇപ്പൊ ആര് തോറ്റടാ? നീ തോറ്റാ? ഞാൻ തോറ്റാ? ഞാൻ തോറ്റാ. അത് മതി. പിന്നെ ചേച്ചി, ഓ ഈ സ്നേഹത്തിന്റെ മുന്നിൽ തോൽക്കുക എന്ന് പറയുന്നത് ഒരു സുഖ. അത് അനുഭവിച്ചറിഞ്ഞാലേ അറിയൂ, പ്രത്യേകിച്ച് എൻ്റെ ചേച്ചിയുടെ മുന്നിലേ. Aliens.